പരിശുദ്ധമായ വലിയ നോമ്പിലെ ഏകദേശം അതിൻ്റെ പകുതിയോളം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണത്തിലേക്കും ഉയർപ്പിലേക്കുമൊക്കെ പ്രാർത്ഥനയോടെ സമീപിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്കായി അല്പസമയത്തെ വേദചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധനായ മർക്കോസ് എവങ്കേലിസ്തൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഇപ്രകാരമാണ്: അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടാകിയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പൂര പൊളിച്ച് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വേദഭാഗത്തെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ആമുഖങ്ങളുടെ യാതൊരു ആവശ്യകതയുമില്ല. നോമ്പിലെ 3-ാമത്തെ ഞായറാഴ്ചയിലെ വേദഭാഗത്തിലെ പ്രസക്ത ഭാഗം തന്നെയാണ്. ഈ വേദഭാഗത്തിൽ നിന്ന് നാം നിരവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുമുണ്ട്. എങ്കിലും ഈ വേദഭാഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അല്പസമയം നിങ്ങളുമായി ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഗലീല കടലിൻ്റെ വടക്ക് തീരത്ത് കവർണഫൂം എന്ന സ്ഥലത്തിലെ ഒരു ഭവനത്തിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. കർത്താവിൻ്റെ അത്യുതീയവും അതുല്യവും അധികാരപരവുമായ ഉപദേശത്താൽ ജനമെല്ലാം ആകർഷകരായി ഓടിക്കൂടുന്നതായ ഒരു സന്ദർഭം. പാലസ്തീനിലെ ആ കാലത്തിലെ ഭവനങ്ങളുടെ ഒരു ഘടന പരിശോധിക്കുമ്പോൾ മുൻഭാഗത്ത് നമ്മളിവിടെ ഇരിക്കുന്നത് പോലെ തന്നെ മുമ്പിൽ വിശാലമായ ഒരു തുറന്ന സ്ഥലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഭവനത്തിൻ്റെ പിമ്പിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ഗോവീണിയുണ്ട്. ആ ഭവനത്തിൻ്റെ മേൽത്തട്ടെന്ന് പറയുന്നത് എടുത്തു മാറ്റുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്ന ഒരു മേൽത്തട്ടായിരുന്നു. ഇപ്രകാരമുള്ള ഒരു ഭവനത്തിലാണ് കർത്താവ് ആ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാഷണത്താൽ ഗലീലയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും അനവധി ആളുകൾ വന്ന് ഈ ഭവനത്തിന്റെ മുമ്പിൽ തിങ്ങി പാർത്തുകൊണ്ട് കർത്താവിന്റെ പ്രഭാഷണം കേൾക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ സമയത്താണ് ഈ 4 ആളുകൾ ഈ പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് കർത്തൃസന്നിധിയിലേക്ക് വരുന്നത്. ആ സമയത്ത് ദീനന്മാരുടെ പരിപാലകനും നമ്മുടെ എല്ലാവരുടെയും കർത്താവും രക്ഷിതാവുമായ യേശു മശീഹ ആത്മാവിലും ശരീരത്തിലും രോഗിയായിരുന്ന ഈ പക്ഷവാതക്കാരന് പൂർണ്ണമായ സൗഖ്യവും സ്വസ്ഥതയും നൽകുന്നതാണ് ഈ വേദഭാഗത്തിലെ പ്രധാനപ്പെട്ട ആശയം. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രത്യേകത, കർത്താവിൻ്റെ ഉപദേശത്തെക്കാൾ കൂടുതലായിട്ട് അവിടെ കർത്താവ് ചെയ്തിട്ടുള്ള ഓരോരോ ചെറിയ ചെറിയ പ്രവൃത്തികളും വലിയ പ്രവൃത്തികളും ഒക്കെയാണ് അവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ കൂടുതലായിട്ട് വിവരിച്ചിരിക്കുന്നത്. ഏറ്റവും ചെറിയ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷം തന്നെയാണ്. ഇവിടെ വിശുദ്ധനായ മർക്കോസിന്റെ വീക്ഷണത്തിൽ യേശു തമ്പുരാനെ പിന്തുടരുക എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സേവനത്തിൽ മുഴുകുക എന്നതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലിയായി നൽകുവാനും അത്രേ വന്നതെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആമുഖ വാക്കുകൾക്ക് ശേഷം നമുക്ക് ഈ ഒരു വേദപുസ്തക വാക്യങ്ങളിലെ ഗഹനമായ അർത്ഥത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒന്നാമതായിട്ട് നിങ്ങളുമായി ചിന്തിക്കുന്നത് ദൈവിക ഇടപെടൽ കൂട്ടായ്മയിലും സഹവർത്തിത്വത്തിലും. ഒന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത് ദൈവിക ഇടപെടൽ കൂട്ടായ്മയിലും സഹവർത്തിത്വത്തിലും. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരമാണ്: യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരുടെ, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് ഈ പക്ഷവാതക്കാരന് സൗഖ്യം നൽകുന്നത്. ഒരുവന്റെ വിശ്വാസം മൂലവും വിശ്വാസത്തോടുള്ള പ്രാർത്ഥന മൂലവും അപരന്
ഫലവും പ്രയോജനവും ലഭിക്കും. ഇതിനെയാണ് നാം കൂട്ടായ്മയിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും ഉള്ളതായ ദൈവിക ഇടപെടലായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്നാൽ എന്താണ് ഈ കൂട്ടായ്മയും സഹവർത്തിത്വവും? അതിലേക്കാണ് ഞാൻ കൂടുതലായിട്ട് ഇന്ന് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് കൂട്ടായ്മയും സഹവർത്തിത്വവും? എന്തുവാ? നാം ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് ഒരു കൂട്ടായ്മയല്ലേ? അതിനെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കുണ്ടാകേണ്ടത് സഹവർത്തിത്വം എന്ന് പറയുന്നതായ ഒരാശയം കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതായ ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ് സഹവർത്തിത്വം. കൂട്ടായ്മയുടെയും സഹവർത്തിത്വത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വന്നിരിക്കുന്നതായ ആ 4 ആളുകൾ. ഈ തളർവാദ രോഗിയെ കർത്തൃസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ അവരുടെ മുമ്പിൽ നിരവധിയായ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ജനക്കൂട്ടം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ആ ഭവനത്തിന്റെ ചുറ്റിനുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇവർ തരുന്നതായ ഒരു ശ്രേഷ്ഠമായ മാതൃകയുണ്ട്. ഏതൊരു പ്രതിസന്ധി വന്നാലും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ആ രോഗിയെ കർത്തൃസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ അവരുടെ ആ പ്രവർത്തനം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ മുമ്പിലുള്ളതായ ആ പ്രതിസന്ധികളെയും ഒക്കെ അവർ തരണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ ആ ദൗത്യ നിർവഹണത്തിൽ 4 പേർക്കും ഒരേ ചിന്തയും ഒരേ മനസ്സും ത്യാഗം സഹിക്കുന്നതിനുള്ള സഹിഷ്ണുതയും പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ളതായ ധൈര്യമുള്ളവരായിരുന്നു ഈ 4 ആളുകൾ. അതാണ് ഈ സഹവർത്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആശയം. അവർക്ക് 4 പേർക്കും ഒരേ ചിന്തയും ഒരേ മനസ്സും ത്യാഗം സഹിക്കുന്നതിനുള്ളതായ സഹിഷ്ണുതയും പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ളതായ ധൈര്യമുള്ളവരായിരുന്നു ഈ 4 ആളുകൾ. ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിൽ പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെട്ട് നോക്കി നിൽക്കുന്നവൻ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മളിൽ പലരും എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോൾ ആടി ഉലയുന്നവരാണ്. പക്ഷേ നാം അപ്രകാരമാകാതെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ 4 ആളുകളെ പോലെ ധീരതയോടെ പ്രവർത്തിക്കുന്നവരാകണം എന്നുള്ളതാണ് ഈ 4 ആളുകൾ നമ്മളോട് പഠിപ്പിക്കുന്നത്. ഈ 4 ആളുകളുടെ ഗുണങ്ങളെ സാംശീകരിക്കുമ്പോഴാണ് അവിടെ ശ്രേഷ്ഠമായ ഒരു കൂട്ടായ്മയും സഹവർത്തിത്വവും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് ദൈവിക ഇടപെടലുണ്ടാകുന്നത്. അവിടെയാണ് അത്ഭുതകരമായ ദൈവിക ശക്തിയാൽ അവിടെ രോഗസൗഖ്യമുണ്ടാകുന്നത്. അവിടെയാണ് തളർവാദ രോഗിക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയാണ് നാം നമ്മുടെ ചിന്തകളെ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിച്ച് ക്രോഡീകരിക്കേണ്ടത്. ഒരുവന്റെ വിശ്വാസം മൂലവും വിശ്വാസത്തോടുള്ള പ്രാർത്ഥന മൂലവും അവന് ഫലവും പ്രയോജനവും ഉണ്ടാകും. അതിൽ യാതൊരു സംശയവുമില്ല. കനാന്യക്കാരി സ്ത്രീ മകൾക്ക് വേണ്ടി യാചിച്ചപ്പോൾ ആ മകൾക്ക് സൗഖ്യം ലഭിച്ചു. ശതാധിപൻ വൃത്തിന് വേണ്ടി യാചിച്ചപ്പോൾ ആ വൃത്തിന് സൗഖ്യം ലഭിച്ചു. ഇന്ന് നാം ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിൽ യായിറോസ് പുത്രിക്ക് വേണ്ടി യാചിച്ചപ്പോൾ ആ പുത്രി അത്ഭുതകരമായിട്ട് ഉയർത്ത് എഴുന്നേറ്റു. ഭൂതബാധിതനായ പുത്രന് വേണ്ടി പിതാവ് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചപ്പോൾ സൗഖ്യം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏറ്റവും പ്രഥമമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരുവനിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ആ കാര്യം അവൻ അറിഞ്ഞേ മതിയാകൂ എന്നുള്ളതായ യാതൊരു നിബന്ധനയുമില്ല. ഒരുവനിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ആ കാര്യം അവൻ അറിഞ്ഞേ മതിയാകൂ എന്നുള്ളതായ യാതൊരു നിബന്ധനയുമില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് മരിച്ചു കിടന്ന ലാസറും അതുകൊണ്ട് തന്നെ യായിറോസിന്റെ മൃതയായ മകളും. ലാസർ അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ അവന്റെ കുടുംബത്തിലുള്ളവരുടെ പ്രാർത്ഥന കാരണമാണ് ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നത്. അതുപോലെ തന്നെ യായിറോസിന്റെ മൃതയായ മകളും മരിച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ ആ പിതാവിന്റെ വിശ്വാസപൂർവ്വമുള്ള യാചനയാലാണ് ആ മകൾക്ക് അവിടെ സൗഖ്യം ലഭിക്കുന്നത്. അല്ലെങ്കിൽ ആ മകൾ അവിടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉയർത്തിരുന്നേൽക്കുന്നത്. ഇവിടെ ഇന്നത്തെ വേദഭാഗത്തിൽ നമുക്ക് വ്യക്തമായിട്ട്
യായിറോസിന്റെ പുത്രിയുടെ കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ശതാധിപൻ വൃത്തിന് വേണ്ടി യാചിക്കുന്നതായ ആ സന്ദർഭം ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. ഈ ശതാധിപൻ എന്ന് പറയുന്ന വ്യക്തി റോമാ സാമ്രാജ്യത്തിലെ പട്ടാളക്കാരിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ശതാധിപൻ എന്ന് പറയുന്ന വ്യക്തി. ശതാധിപന്റെ ഭവനത്തിലെ വീട്ടുവേലക്കാരനാണ് ഒരു ഭൃത്യൻ. ആ ഭൃത്യൻ രോഗാവസ്ഥയിലായി മരിക്കുവാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ശതാധിപൻ കർത്തൃസന്നിധിയിലേക്ക് എത്തുന്നത്. ശതാധിപൻ എന്നിട്ട് കർത്താവിനോട് ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവേ, എൻ്റെ ഭൃത്യൻ അവിടെ രോഗാവസ്ഥയിൽ മരിക്കാറായി കിടക്കുകയാണ്. അങ്ങ് എൻ്റെ ആ ഭൃത്യന് സൗഖ്യം നൽകണമെന്ന് ശതാധിപൻ ഭൃത്യനോട് അപേക്ഷിക്കുന്നു. ശതാധിപൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. ആ സമയത്ത് കർത്താവ് പറയുകയാണ്, വാ, നമുക്ക് നിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാം, ഞാൻ നിന്റെ ആ ഭൃത്യന് സൗഖ്യം നൽകാം. ആ സമയത്ത് ശതാധിപൻ ഇപ്രകാരമാണ് പറയുന്നത്: അങ്ങ് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനുള്ളതായ യാതൊരു യോഗ്യതയും എൻ്റെ ഭവനത്തിലില്ല. അങ്ങ് ഇവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യന് സൗഖ്യം ലഭിക്കുമെന്ന് ശതാധിപൻ പറഞ്ഞു. ആ സമയത്ത് കർത്താവ് ഇപ്രകാരം പറയുകയാണ്, ആശ്ചര്യത്തോട് തിരിഞ്ഞു നോക്കി കർത്താവ് ഇപ്രകാരം പറഞ്ഞു: ഇസ്രായേലിൽ കാണാത്തതായ ഒരു വിശ്വാസം. ഇവിടെ ഈ വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവ് ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി എന്ന് പറയുന്നതായ രണ്ട് സന്ദർഭങ്ങൾ മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നാമതായിട്ട് ശതാധിപൻ വൃത്തിന് വേണ്ടി യാചിച്ചപ്പോൾ ശതാധിപന്റെ ശ്രേഷ്ഠമായ വിശ്വാസം കണ്ട് കർത്താവ് ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കിയെന്ന് എഴുതിയിരിക്കുന്നു. മറ്റൊരു ഭാഗമെന്ന് പറയുന്നത് ഇതിന് തൊട്ടു മുമ്പുള്ളതായ അധ്യായത്തിൽ കർത്താവ് തന്റെ സ്വന്തം പട്ടണമായ നസ്രയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ജനങ്ങളുടെ അവിശ്വാസ നിമിത്തം കർത്താവ് ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അവിടെ അത്ഭുത പ്രവൃത്തികളൊന്നും ചെയ്യാതെ മടങ്ങുന്നതായ ഒരു കാഴ്ചയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ശതാധിപന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവന് യാതൊരു തരത്തിലും പ്രാർത്ഥിക്കേണ്ടതായ യാതൊരു ആവശ്യകതയുമില്ല തന്റെ വൃത്തിന് വേണ്ടി. ഇവിടെ സ്വർഗത്തിന്റെ പാളികൾ തുറന്ന് സ്വർഗത്തിലേക്ക് ഉയരുന്നതായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുവൻ മറ്റൊരുവന് വേണ്ടി കരയുന്നതായ പ്രാർത്ഥനയാണ്. സകലത്തെയും ചലിപ്പിക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് സ്വന്തമല്ലാത്ത ഭാരം ചുമക്കുന്ന വിശ്വാസമാണ്. അവിടെയാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്, പ്രാർത്ഥനയ്ക്ക് രണ്ട് വശങ്ങളുണ്ട്. പ്രാർത്ഥനയുടെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവ മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വശം. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്നുള്ളതായ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന അപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. കർത്താവേ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വശം. പ്രാർത്ഥനയുടെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഈ നാലാളുകളുടെ പ്രാർത്ഥന അപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ദൈവ മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. ഈ ശ്രേഷ്ഠമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെ വിളിച്ച് വേർതിരിച്ച് ക്രിസ്ത്യാനിയായിട്ട് വെച്ചിരിക്കുന്നത്. എപ്പോഴാണ് നമ്മളൊക്കെ ക്രിസ്ത്യാനി ആയത്? എപ്പോഴാ? വിശുദ്ധ മാമോദിസയിലൂടെ പരിശുദ്ധമായ മൂരോന്റെ അഭിഷേകത്താൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനിയായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രഥമമായ കർത്തവ്യം പ്രാർത്ഥനയാണ്. ഇവിടെയാണ് ഇന്നത്തെ ലോകത്തിലേക്കൊന്ന് കണ്ണോടിക്കുമ്പോൾ അവിടെ നമുക്ക് ചിലയിടങ്ങളിലെങ്കിലും കാണുവാനായിട്ട് സാധിക്കും, പ്രാർത്ഥിക്കേണ്ടതായ യാതൊരു ആവശ്യകതയുമില്ല. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്ന് ഞാൻ സൗഖ്യത്തോടെ ഇങ്ങടെ മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതായ ഒരു ലോകം നമ്മുടെ ചുറ്റിനും ഇന്ന് കാണുവാനായിട്ട് സാധിക്കും. അവിടെയാണ് നാം ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ അഭിവൃദ്ധിക്കും അനുഗ്രഹങ്ങൾക്കും
നാം ഇന്ന് ഇതുപോലെ ഇവിടേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു കാര്യം നാം ഇവിടെ ഓരോരുത്തരിയ്ക്കുന്നവരും ഓർക്കണം. നമ്മുടെ അഭിവൃദ്ധിക്കും നമ്മുടെ ഐശ്വര്യങ്ങൾക്കും നാം ഇവിടെ എന്തൊക്കെ ആയിരിക്കുന്നുവോ അതിനൊക്കെ കാരണം മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ നാം ഒറ്റയ്ക്ക് ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ ഇവിടെ ഈ ഒരു സ്ഥാനത്തേക്ക് ആയിട്ടുള്ളവരല്ല. ഈ ഒരു കാര്യം നാം പലപ്പോഴും മറന്നു പോകുന്നതായ ഒരു സംഗതിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും പലരും ഇങ്ങനെ വിസ്മരിച്ചുകൊണ്ട് വലിയ വലിയ ഭാവത്തിലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഓർമ്മ വരണം, എൻ്റെ അമ്മ കണ്ണീരോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ സഹോദരനോ സഹോദരിയോ എനിക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ലോകത്തിൽ യാതൊരു പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ പരിഭവങ്ങളോ ഒക്കെ ഇല്ലാതെ ചിലർക്കെങ്കിലും മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രാർത്ഥനയല്ല, അത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഇപ്പോഴാണ് നിങ്ങളുടെ എല്ലാവരും എനിക്ക് ചോദിക്കുവാനുള്ളത്, നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? അല്ലേ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അല്ലേ? ആണോ? പ്രാർത്ഥിക്കുന്നവരല്ലേ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. അതെ. രണ്ടാമതായിട്ട്, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? ആണോ? ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുന്നവരാണോ ഇവിടെ എല്ലാവരും ഇരിക്കുന്നവര്? അതെയല്ലോ. നമ്മൾ എല്ലാവരും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അതെപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? എപ്പോഴാ? ആവശ്യങ്ങൾ അറിയുമ്പോൾ. ഉദാഹരണത്തിന്, ഇപ്പം ഇതുവഴി ഇപ്പോൾ ഒരു ആംബുലൻസ് പോവുകയാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു മകന് അല്ലെങ്കിൽ ആ ഒരു രോഗിക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന് ഓർത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് കാണുക, ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റർ നമ്മൾ കാണുമ്പോൾ തന്നെ അപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥന ഉയരുന്നത് എവിടെയായിരിക്കും? ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥന ഉയരുന്നത് എവിടെയായിരിക്കും? അത് ഉണ്ടാകുന്നത് പറയുന്നത് ദൈവത്തിനല്ലാതെ നമ്മളെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യാതൊന്നിനും സാധിക്കുകയില്ല എന്നുള്ളതായ ഉത്തമ ബോധ്യം നമുക്ക് എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോഴാണ് ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ അധരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് പൊഴിയുന്നത്. ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥന ഉയരുന്നത്. ICUവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ കയ്യിലായിട്ട് നിരവധിയായ കോടികളോ ഏറ്റവും മികച്ച ഡോക്ടർമാരോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായ ആ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ആ രോഗിയെ സൗഖ്യമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് നാം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ ലോകത്തിലെ ഒരു കറൻസിക്കോ ഒരു നാണയത്തിനോ വിലയില്ലാതെ വരുന്നതായ സാഹചര്യത്തിൽ നമ്മുടെ ഒരു നിമിഷത്തെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായിട്ട് നിലനിൽക്കുന്നത്. അതിന് മൂല്യമുള്ളതായിട്ട് ഈ ലോകത്തിൽ യാതൊന്നും തന്നെ ഇല്ല. അതാണ് പ്രഥമമായ സത്യം. ഈ ലോകത്തിലുള്ള നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമുക്കുള്ളതായ സകലവിധമായ ഈ പൈസയുടെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രയാസഘട്ടത്തിൽ ദൈവത്തിന് മുമ്പിൽ വെക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നുള്ളതായ ആ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ പ്രാർത്ഥനയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി. ഏത് നാട്ടിലും ഏത് നിമിഷത്തിലും ഏറ്റവും മൂല്യമുള്ളത് ഈ പ്രാർത്ഥന മാത്രമാണ്. The one that is valid every time and everywhere in this planet. അതിനോളം സ്വീകാര്യമായ മറ്റൊന്നും തന്നെ ദൈവത്തിന് ഇല്ല. പക്ഷേ
നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം. അത് നിർമ്മലമായ മനസ്സാക്ഷിയോടുള്ളതായിരിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുവാനുള്ളത്, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളോട് നമുക്ക് ചിലപ്പോൾ ഒരു പരിഭവമോ ബുദ്ധിമുട്ടോ കാണും, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരനോട് നമുക്ക് പരിഭവമോ ബുദ്ധിമുട്ടോ കാണും. അങ്ങനെയുള്ളവരോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹൃദയം കൊണ്ട് പറ്റുമോ? നമ്മളിപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്, പള്ളി വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരെന്ന് പറയുന്ന ഏറ്റവും വലിയ ശത്രുവാണ്. അങ്ങനെ ഇരിക്കുന്ന ആളോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ട് പറ്റുമോ? പറ്റുമ്പോഴാണ് നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. അപ്പോഴാണ് നാം ഓർക്കേണ്ടത്, നമുക്ക് പാപത്തിൻ്റെതായ യാതൊരു പിടിയും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മനസ്സിലോ ഇല്ല. നമുക്കെപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലയോ, ആ സമയം നാം ഓർത്താൽ മതി, നാം ദൈവസന്നിധിയിൽ നിന്ന് വളരെ അകലെയാണ്. ദൈവസന്നിധിയിൽ നിർമ്മലമായ മനസ്സോടും പരിശുദ്ധാത്മ പുതുക്കത്തോടും ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളോട് ദേഷ്യമുള്ള ഒരു വ്യക്തിയോടും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്രകാരമുള്ളൊരു വളർച്ചയിലേക്കാണ് ഈ പരിശുദ്ധമായ നോമ്പിൽ നമുക്ക് വളരേണ്ടത്. അപ്രകാരം പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് സൗഖ്യം നൽകുമെന്ന് വിശുദ്ധനായ യാക്കോബ് പൊതുവെ എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ICU മുറിവേലിയൊന്നും പോകേണ്ടതായ യാതൊരു ആവശ്യകതയുമില്ല. ഈ നിമിഷം, ഈ ദിവസം നമുക്ക് കഷ്ടത അനുഭവിക്കുന്ന ഒരുവിന് വേണ്ടിയെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നിട്ടുള്ള ഒരുവിന് വേണ്ടിയെങ്കിലും ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നമ്മുടെ ഈ നോമ്പ് ധന്യമായി തീരും, നമ്മുടെ നോമ്പ് അനുഗ്രഹകരമായി തീരും. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇന്നത്തെ നമ്മുടെ ചിന്ത എന്തുവായിരുന്നു? ദൈവിക ഇടപെടൽ കൂട്ടായ്മയിലും സഹവർത്തിത്വത്തിലും. എന്തുവായിരുന്നു? ദൈവിക ഇടപെടൽ കൂട്ടായ്മയിലും സഹവർത്തിത്വത്തിലും. എന്തിനാ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്? എല്ലാവർക്കും വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ഇവിടെ കൂടിയിരിക്കുന്നത്? നമ്മൾ എന്തുമായിട്ടാ? കൂട്ടായ്മയാണ്. ദൈവസന്നിധിയിൽ ഒരുമിച്ച് നിന്ന് ഒരേ മനസ്സോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവ മുൻപാകെ സമർപ്പിക്കുവാൻ വേണ്ടിയാ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കൂട്ടായ്മയായിട്ട്. നമ്മുടെ എല്ലാ ആരാധനയും ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അവിടെ എപ്രകാരമുള്ള ആരാധനയാണ് നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്നത്? എല്ലാ ആരാധനയും കൂട്ടായ്മയല്ലേ? അച്ഛനൊറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടോ? ഇല്ല. അവിടെയാണ് നമ്മൾ ഈ കൂട്ടായ്മയുടെയും സഹവർത്തിത്വത്തിൻ്റെയും യഥാർത്ഥമായ അർത്ഥത്തിലേക്കും മൂല്യത്തിലേക്കും നാം മനസ്സിലാക്കി നമ്മുടെ ഹൃദയങ്ങളെ കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരെയും ഈ കൂദാശകളിലേക്ക് ക്ഷണിക്കുന്നവരല്ലേ? വീട്ടില് കല്യാണത്തിന് വിളിക്കത്തില്ലേ? കല്യാണത്തിന് ഒന്ന് സംബന്ധിക്കണമെന്ന് വീട്ടുകാരും എന്ന് പറയും, മാമോദിസയ്ക്ക് വരും അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കുദാശയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തോ? അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു മാമോദിസയാണെങ്കിൽ ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ അനുഗ്രഹീതനായി ആ പൈതലിന്റെ ഭാവി ശോഭിതമാക്കുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും വന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരു വിവാഹ ശുശ്രൂഷയിലാണെങ്കിൽ നമ്മൾ കടന്നു വരുന്നത് ആ വരനും വധുവിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ സങ്കടത്തോടെ പറയേണ്ടിയിരിക്കുന്നു, ചിലയിടങ്ങളിലൊക്കെ നമ്മളൊരു വിവാഹ ശുശ്രൂഷയിലേക്കോ ഈ മാമോദിസയിലേക്കോ ഒന്ന് കടന്നു ചെല്ലുമ്പോൾ കുറച്ച് പേര് സ്വാഭാവികമായിട്ടും പള്ളിയിലുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. കുറച്ച് പേര് വെളിയിലായിരിക്കും, കുറച്ച് പേര് പരീക്ഷാളിന് മുമ്പിലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു വരുന്നത്. അവിടെയാണ് നാം ഓർക്കേണ്ടത്, ഒരു കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കുമ്പോൾ ആ കല്യാണ ശുശ്രൂഷയിൽ ഞാൻ സംബന്ധിച്ച് നമ്മൾ ഈ വധുവിനും വരവിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
ആ വരന്റെയും വധുവിന്റെയും ജീവിതത്തിലുള്ളതായ എല്ലാവിധമായ ഐശ്വര്യങ്ങൾക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാഗപ്പിഴകൾ ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടതാണ്. അവനെന്തെങ്കിലും അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, അവർക്കെന്തെങ്കിലും അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവരിന്ന് അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുന്നു എന്നുള്ളതായ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ അന്ന് കല്യാണത്തിന് വന്നിട്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാതെ വെറുതെ ഭക്ഷണം കഴിച്ചിട്ട് പോയത് കൊണ്ടെന്നാണെന്നുള്ള ചിന്ത കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ആരാധനയ്ക്ക് നൽകേണ്ടതായ പ്രാധാന്യം. ഓരോ ആരാധനയിൽ നാം സംബന്ധിക്കുമ്പോഴും അവിടെ ഓരോ കൂദാശയിലും എന്താ യഥാർത്ഥമായിട്ട് സംഭവിക്കുന്നത്? എന്തോ കൂദാശയിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, സ്വർഗ കവാടം തുറന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളിൽ ഓരോരുത്തരും ആവസിക്കുന്നതായ ശുശ്രൂഷയാണ് പവിത്രമായ ഓരോ വിശുദ്ധ കൂദാശകൾ. ഓരോ വിശുദ്ധ കൂദാശയിൽ സംബന്ധിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആ ശുശ്രൂഷ ഏൽക്കുന്ന ആളിനെയാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി മാത്രമല്ല, ഈ ജനസമൂഹം മുഴുവനും ശുദ്ധീകരിക്കപ്പെടുകയാണ്. ആ ഒരു പട്ടംകോട ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും, ഒരു സ്ഥാനാർത്ഥിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഒരു മേൽപ്പട്ടക്കാരൻ ദൈവിക ശുശ്രൂഷയിലേക്ക് കടത്തിക്കൊണ്ട് അനുഗ്രഹിച്ച് ആ പ്രാർത്ഥന പൂർത്തീകരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി മാത്രമല്ല, അവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെതായ പരിശുദ്ധാത്മാവിന്റെ പുതുക്കം ലഭിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് നമുക്ക് വേണ്ടത് നിർമ്മലമായ മനസ്സാക്ഷിയോടെ ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഏവനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പുതുക്കം നിശ്ചയമായും ലഭിക്കും. അവിടെയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ദൈവിക ഇടപെടൽ കൂട്ടായ്മയിലും സഹവർത്തിത്വത്തിലും. പരിശുദ്ധ സഭ എല്ലാ ആരാധനയും നമുക്ക് ക്രമീകരിച്ച് തന്നിരിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും കൂട്ടമായി നിന്ന് ഒരേ സ്വരത്തിൽ ഒരേ മനസ്സോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ സ്വർഗ കവാടം തുറന്നു നിന്നുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതും. വേറെ ഒരു അർത്ഥവുമില്ല. നമ്മളുടെ കൂട്ടായ്മയായിട്ട് ഇവിടെ നിന്ന് ഒരേ സ്വരത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ അനവധിയായിട്ട് നമ്മളിലേക്ക് ചുരിഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അരുളി ചെയ്തവനായ ദൈവസന്നിധിയിലാണ് നാം ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. നമുക്ക് പ്രാർത്ഥന യോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കൂട്ടായ പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഒന്നിനെയും ചെറുതായിട്ട് കാണരുത്. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിസ്സാരമായ ഒരു പ്രാർത്ഥനയോഗം. അങ്ങനെ ഒരിക്കലും വാക്ക് ഉപയോഗിക്കുക പോലും പാടില്ല. ഏത് പ്രാർത്ഥനയും ഏത് കൂട്ടായ പ്രാർത്ഥനയും അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ലല്ലോ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറയുന്നതിനുള്ളതായ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഞങ്ങളുടെ ഇന്ന് നമുക്ക് ഈ വാക്കുകൊണ്ട് അപ്പോൾ പറഞ്ഞതുകൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. നമ്മുടെ ഹൃദയത്തിലുള്ളതായ ഒരു ദൈവസന്നിധിയിലാണെന്നുള്ളതായ ബോധ്യത്തിൽ ദൈവം മറ്റൊന്നിനെയും കാണുന്നില്ല. ദൈവം നമ്മുടെ പരിഭവങ്ങളെയോ വിഷമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധത്തിന് മറ്റൊരുത്തോടുള്ള വിഷമങ്ങളെയല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മൾ എപ്രകാരമാണ് ദൈവസന്നിധിയിൽ മറ്റൊരു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകരുത്. ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് ഒരുവൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ന് ലോകം അശാന്തിയിലാണ്. രാജ്യങ്ങളോട് പോരാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ ആയുധങ്ങളില്ല, നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ള ശക്തിയൊന്നുമില്ല. പക്ഷേ ഏറ്റവും ശക്തമായ പ്രാർത്ഥന
നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ബന്ധുക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ഈ വിദേശ രാജ്യങ്ങളിലുണ്ട്. നാം ഓർക്കണം, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ബന്ധുക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഇവിടെ തന്നെയാണ് എല്ലാവരും, നാട്ടിൽ തന്നെയാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല, പ്രതിസന്ധിയൊന്നുമില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കരുത്. അത് നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണ്. എപ്പോഴാണ് ഒരാവശ്യം ഉണ്ടാകുന്നതെന്ന് നമുക്കൊരിക്കലും അറിയത്തില്ല. അവിടെയാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലൊരു തോന്നലുണ്ടായി കാണും, ഞാൻ അനാഥനായിരിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരും കാണത്തില്ല, ഞാനിവിടെ ഏകനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്നുള്ള തോന്നൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായി കാണുമായിരിക്കും. അവരോട് എനിക്ക് പറയാനുള്ളത്, നിശബ്ദമായി ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായ നിരവധി ഇടങ്ങളുണ്ട്. അല്ലെങ്കിൽ എല്ലാ ഇടവകയിലും എല്ലാ ഇടവക മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഒരു പുരോഹിതൻ എല്ലാ ഇടവകയിലുമുണ്ട്. ജനങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാനും ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാ ഇടവകയിലും ഓരോ പുരോഹിതന്മാരുണ്ട്. അല്ലെങ്കിൽ ഈ ഇടവകയിൽ ഒന്നിൽ കൂടുതൽ പുരോഹിതന്മാരുണ്ട്. ഈ ഒരു കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. അതോടൊപ്പം ഇപ്പം തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്, ഗ്രീസിലെ മൗണ്ട് ആത്തൂസ് എന്ന് പറയുന്നതായ ഒരു പരിശുദ്ധമായ ഒരു മലനിരയുണ്ട്. അവിടുത്തെ സന്യാസ ശിഷ്യന്മാർ അവിടെ ഒന്നും വിട്ടു പോകുകയില്ല. അവർ രാവും പകൽ ലോകമുറങ്ങുമ്പോഴും ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും അവിടുത്തെ സന്യാസിമാർ ഈ ലോകത്തിന്റെ സൗഖ്യത്തിനായിട്ട് രാവും പകലും നിന്ന് പ്രാർത്ഥിക്കുന്നതായ, ഈ ലോകത്തിലെ ഓരോ മനുഷ്യനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായ പുണ്യ സ്ഥലങ്ങൾ ഈ ലോകത്ത് നിരവധി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വൈദികൻ, എ പ്രീസ്റ്റ് വിൽ ബി ഓൾവേസ് there for you to pray with you and pray for you. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും അനാഥരാണെന്നോ നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുവാനില്ലെന്നോ ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു പുരോഹിതൻ നിശ്ചയമായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് എല്ലാവരുമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, സഭയിലെ അംഗങ്ങളായ നാം എല്ലാവരും ഉത്തമമായ കൂട്ടായ്മയും സഹവർത്തിത്വവും ഉള്ളവരായി രൂപാന്തരപ്പെടണം. കാരണം അപ്രകാരം രൂപാന്തരപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടായ പ്രാർത്ഥനയിലൂടെ ഉയരുന്നതായ ആ ദൈവിക ശബ്ദത്തിലും പ്രാർത്ഥനയിലുമാണ് എന്തുണ്ടാകുന്നത്? ശക്തമായ ദൈവിക സാന്നിധ്യം ഉണ്ടാകുന്നത്. അവിടെയാണ് ദൈവം സകലവിധമായ പ്രതിസന്ധികളിൽ നിന്നും സകലവിധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ആരാധനയൊക്കെ പരിശോധിക്കുമ്പോൾ ദൈവം നോക്കുന്നത് ഒരുവന്റെ ഹൃദയത്തിലേക്കാണ്. വേറെ ഒന്നും ദൈവം നോക്കത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം നോക്കുന്നത്, ദൈവത്തിൻ്റെ പ്രഥമമായ ദൃഷ്ടി നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയം നിർമ്മലമായ സ്തുതിപ്പുകളാണോ, നിർമ്മലമായ ബോധമാണോ, യാതൊരുവിനും ദോഷം ചെയ്യാതെ, യാതൊരുവിനും ദോഷം വിചാരിക്കാതെ ഏറ്റവും ശ്രേഷ്ഠവും നിർമ്മലവുമായിട്ടാണോ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്? ഒരേ മനസ്സോടെ ഒരുവൻ മറ്റൊരു വേണ്ടി കരുതിയാണോ, ഒരേ മനസ്സോടെയാണോ നാം പ്രാർത്ഥിക്കുന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയിലെ അംഗങ്ങളായ നാം ഒരുമിച്ച് നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കും. ഓരോ വിശുദ്ധ കുദാശയിൽ നാം സംബന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ഇറങ്ങി വസിച്ച് ചൊരിയപ്പെടുന്നതായ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. നിഷ്കളങ്കമായ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരണം. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ വഴി നടത്തും. ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തിയാൽ നമുക്ക് സൗഖ്യം ലഭിക്കും. രണ്ടാമതായി നിങ്ങളുമായി ചിന്തിക്കുന്നത്, സാമൂഹിക ഇടപെടൽ
ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും. രണ്ടാമതായിട്ട് എന്തോ ചിന്തിക്കുന്നത്? സാമൂഹിക ഇടപെടൽ, ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും. എന്തുകൊണ്ടാണ് നമ്മളിവിടെ സമൂഹത്തെ പറ്റി പറയുന്നത്? പരിശുദ്ധ സഭ എവിടെയാണ് നിലനിൽക്കുന്നത്? സമൂഹത്തിലാണ് പരിശുദ്ധ സഭ നിലനിൽക്കുന്നത്. ഇവിടെ ഈ പക്ഷപാതക്കാരനായ മനുഷ്യൻ ഒറ്റയ്ക്കല്ല യേശുവിനെ സമീപിക്കുന്നത്. അവൻ ഒറ്റയ്ക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് സമീപിക്കുവാനായിട്ട് സാധിക്കുകയില്ല. സമൂഹം വഴിയാണ് ആര്? പക്ഷപാതക്കാരൻ കർത്തൃസന്നിധിയിലേക്ക് എത്തുന്നത്. ഈ നാലാളുകൾ ഈ സമൂഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സമൂഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്തുവാ? ഒരുവൻ മറ്റൊരുവനെ കരുതി ജീവിക്കുക എന്നുള്ളതാണ് സമൂഹത്തിന്റെ പ്രഥമമായ കർത്തവ്യം. അതാണ് ഈ നാലാളുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. മാലാഖി പ്രവചകൻ എഴുതിയ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കും. തൻ്റെ ജനത്തിന് സൗഖ്യം നൽകുവാൻ കടന്നു വന്ന നീതി സൂര്യനാണ് നമ്മുടെ കർത്താവായ യേശു മശീഹ എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയെ കർത്തൃസന്നിധിയിലേക്ക് കൊണ്ടുവന്ന ഈ നാലാളുകൾ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഉള്ളവരായിരുന്നു. അപ്രകാരമുള്ളവരായിട്ടാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റപ്പെടേണ്ടത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം: കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ളതായ ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ആ വാക്യം എപ്രകാരമാണ്? കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ളതായ ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഒരുവൻ മറ്റൊരുവനെ സ്നേഹിക്കണം എന്നുള്ളതായ ഒരു വാക്യത്തിൽ തന്നെ ആ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ് സ്നേഹവും സാഹോദര്യം എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. ഇവിടെയാണ് ആ പക്ഷപാതക്കാരനെ കൊണ്ടുവന്നതായ ആ നാലാളുകളെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ടത്. അവരാരാണെന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. ചിലപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അയൽവക്കക്കാരായിരിക്കാം, അല്ലെങ്കിൽ വഴിപോക്കരായിരിക്കാം. ആരും ആയിക്കൊള്ളട്ടെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതായ പ്രധാനപ്പെട്ട ആശയം, ആരും തന്നെ ആകണമെന്നില്ല, സഹായിക്കാനുള്ളതായ ഒരു മനസ്സുണ്ടായ മതി. നമ്മൾ ആരും ആകണമെന്നില്ല, സഹായിക്കാനുള്ളതായ ഒരു മനസ്സാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ആ മനസ്സെന്ന് പറയുന്നത് നല്ല ശമരിയായക്കാരനെ പോലെയുള്ളതായ ഒരു മനസ്സാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നല്ല ശമരിയക്കാരൻ്റെ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുവാ ഉപമയിൽ പറയുന്നത്? ഒരുവൻ മരണത്തോട് മല്ലിട്ടുകൊണ്ട് വഴിയിൽ കിടക്കുക. ആ സമയത്ത് നിരവധി ആളുകൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ കൂട്ടത്തിൽ ശാസ്ത്രിമാരുണ്ട്, വേദമറിയുന്നവരുണ്ട്, ഉന്നത കുലജാതരുണ്ട്. ഇവരെല്ലാം കടന്നു പോവുകയാണ്. പക്ഷേ ആരും ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ആ സമയത്താണ് ഒരു പക്ഷപാതക്കാരൻ ഓടിച്ചെന്ന് അവനെ ശുശ്രൂഷിച്ച് അവൻ്റെ മുറിവ് കെട്ടി അവനെ സഹായിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഈ സഹായിക്കാനുള്ളതായ മനസ്സ്. നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു റോഡ് ആക്സിഡന്റ് പറ്റി ഒരുവൻ വഴിയിൽ കിടക്കുകയാണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നമ്മളൊക്കെ വേദപുസ്തകം വായിക്കുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ നമ്മുടെ മനസ്സിൽ പോലും പലപ്പോഴും തോന്നിക്കാണും, എന്തിനാണ് ഈ വയ്യാവേലിക്കൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പം ഇങ്ങനെ അങ്ങ് നോക്കാതെ അങ്ങ് പോയി നിരിക്കും. പക്ഷേ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, എവിടെ നിന്നാന്ന് അറിയത്തില്ല, ഇവിടെ നിന്നൊക്കെ 1-2 ആളുകൾ ചാടി കയറി വന്ന് അവനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞ ഈ സഹായിക്കാനുള്ളതായ മനസ്സ്.
ഇവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൂടുതലായിട്ടൊന്ന് ശോധന ചെയ്യേണ്ടത്. ഈ ഒരുവൻ മറ്റൊരുവനോട് കാണിക്കുന്നതായ ആ ഒരു കരുതലും സ്നേഹവും അത് ഒന്നിനും വേണ്ടി ആയിരിക്കരുത്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ മറ്റൊരുവനെ കരുതുന്നതെങ്കിൽ അതിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പക്ഷേ നിഷ്കളങ്കമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരുവൻ മറ്റൊരുവനെ സഹായിക്കുവാൻ തയ്യാറാകുമ്പോൾ അവിടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആരെന്നറിയാതെ എന്തെന്നറിയാതെ മറ്റൊരുവന്റെ ജീവൻ രക്ഷിക്കുവാൻ, ജീവൻ പണയം വയ്ക്കുവാൻ ചില മനുഷ്യർ നമുക്ക് ഈ നമ്മുടെ സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവരാണ് ദൈവത്തിൻ്റെ പോരാളികൾ, അവരാണ് ഗോഡ്സ് വാരിയേഴ്സ്, അവരാണ് ദൈവത്തിൻ്റെ പടയാളികൾ. അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ഈ റോഡിലെ ആക്സിഡന്റിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതിനൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും, നമുക്കതിനുള്ള ക്ഷമതയോ ശേഷിയോ ഒന്നും ഇല്ലെങ്കിൽ പോലും മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഒന്നോർക്കുക, നീതിമാന്റെ കണ്ണീരോടുള്ളതായ പ്രാർത്ഥന ഒരു ജീവിതം മാറാൻ കാരണമായി തീരും. അതിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് ചെയ്യുവാനോ നമുക്ക് പ്രവർത്തിക്കുവാനോ സാധ്യമായി തീരുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 4 ആളുകൾ നമുക്ക് കാണിച്ചു തരുന്നതായ ഒരു മാതൃകയുണ്ട്. തളർവാദം മൂലം സംസാര ശക്തി നഷ്ടപ്പെട്ട് നടക്കുവാൻ സാധിക്കാത്ത ആ രോഗിയെ കട്ടിലോടെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ കാണിച്ചു തരുന്നത് അവർക്ക് സമസൃഷ്ടികളുള്ളതായ സ്നേഹം. അവർ വിശ്വസിച്ച് വേദപുസ്തകം വായിച്ച് വീട്ടിലിരിക്കുകയല്ലായിരുന്നു, മറിച്ച് ഒരാവശ്യം വന്നപ്പോൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത്. കഷ്ടമനുഭവിക്കുന്നവരെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ, നമുക്കൊരു കഷ്ടത വരുമ്പോൾ ആരാണ് നമ്മളെ സഹായിക്കുവാനുണ്ടാകുന്നത്? ഈ അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇത് വ്യക്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അറിവുള്ളതാണ്. ഈ പ്രളയത്തിന്റെ ബുദ്ധിമുട്ട് വന്നപ്പോഴും ഈ കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ തന്നെ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. കോവിഡിന്റെ സമയത്ത് നമ്മളൊരു മുറിക്കകത്ത് ഇങ്ങനെ അടച്ച് ഇരിക്കുക മാത്രമേ ഉള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പുറമേ ഉള്ള ഒരാൾ വന്ന് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം തന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനൊരു സാഹചര്യത്തിൽ ഇരുന്നവരാ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരാവശ്യം എപ്പോഴാണ് ഉണ്ടാകും നമുക്കറിയത്തില്ല. നമ്മൾ മറ്റൊരാളിനെ സഹായിച്ചില്ലെങ്കിൽ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ ആരും തന്നെ കാണുകയില്ല, അല്ലെങ്കിൽ കാണുമായിരിക്കും, പക്ഷേ അത് നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും. ദൈവസ്നേഹം അപ്രകാരമുള്ളൊരുതായ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, എങ്കിൽ മാത്രമേ സമൂഹം നന്മയായി നല്ലതായി നാശം സംഭവിക്കാതെ മുമ്പോട്ട് പോവുകയുള്ളൂ. ഇവിടെ നമ്മുടെ ചുറ്റിലും നമുക്ക് ഈ ഒരു ആശയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവരുവാൻ 4 ആളുകളുണ്ടായിരുന്നു. ദൈവം ഓരോരുത്തർക്കും വേണ്ടി ഓരോരുത്തരെയും ഒക്കെ ഒരുക്കും. അതും വേറൊരു സത്യമാണ്. നമ്മൾ സൗഖ്യമാക്കപ്പെട്ടവരെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ നമ്മുടെ ഇടയിലും ഈ ഓട്ടിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ പോലെയുള്ളതായ രോഗബാധിതരായ അനവധി ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ രോഗത്തിൻ്റെ അവയർനെസ്സിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഒരു മാസം കൂടിയാണ്. എന്തോ ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്താണെന്ന് അറിയാമോ? അതിൽ പെടുന്നതാണ് ഈ വാദം, ലൂപ്പസ്, ആർത്രൈറ്റിസ് പോലെയുള്ളതായ, അതിന് ചികിത്സ ഇതുവരെ വ്യക്തമായിട്ട് കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ലാത്തതായ രോഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ളവരെ ഈ പക്ഷവാത രോഗിയോട് ചേർത്ത് തന്നെയാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പക്ഷവാത രോഗിയെ കൊണ്ടുപോകുവാനായിട്ട് ഈ 4 ആളുകളെ ദൈവം അവിടെ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഈ
ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന മാതാപിതാക്കളും അതുപോലെ തന്നെ ഈ രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ജീവിത പങ്കാളികളായിട്ടൊക്കെ കിട്ടുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന് നിങ്ങൾ ഓരോരുത്തർക്കും വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ളവരെ ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ശുശ്രൂഷ എന്ന് പറയാൻ സാധിക്കുകയില്ല. ലോകം അവർക്ക് കൊടുക്കാതിരുന്ന സ്നേഹം, ലോകത്തിൽ നിന്ന് അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കാൻ പറ്റാതെ പോയതായ സ്നേഹം നിങ്ങളിലൂടെ അവർക്ക് ലഭിക്കുമെന്ന് ദൈവത്തിന് ഉത്തമമായ ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം അതുപോലെയുള്ള ഓട്ടിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ബാധിതരായ ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഇതുപോലെയുള്ളതായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അവരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയം ഏന്തുന്നവരാണ് ഇതുപോലെയുള്ള ആൾക്കാർ. അവരതിനെ ഒരു ഭാരമായിട്ടൊന്നും ഒരിക്കലും കാണുകയില്ല, മറിച്ച് ഒരു വിശുദ്ധമായ ഉത്തരവാദിത്തമായിട്ട് അതിനെ മനസ്സിലാക്കി ദൈവസ്നേഹം മനുഷ്യരൂപത്തിൽ ഓരോരുത്തരിലും എത്തിക്കുവാൻ സാധിക്കുന്നതായ അനവധി ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ കൂട്ടത്തിലുള്ളവരാണ് ഈ 4 ആളുകളും. ലോകം പലപ്പോഴും കൊടുക്കുവാൻ മടിക്കുന്നതായ ഈ സ്നേഹവും ക്ഷമയും കരുതലുമൊക്കെ നമ്മളിൽ ഓരോരുത്തരുടെയും അവർക്ക് ലഭിക്കുമെന്ന് ദൈവം ഉറച്ച് വിശ്വസിക്കുന്നു. ദൈവം ഇങ്ങനെയുള്ള ആൾക്കാരെ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഇപ്രകാരമുള്ള ആളുകളെയാണ് ദൈവം ഗോഡ് സീസ് യു, ഗോഡ് ട്രസ്റ്റ് യു, യു ആർ ചോസൺ, നീ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അതാണ് നിന്റെ വിളിയും വഴിയും. ഇപ്രകാരമുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇപ്രകാരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും കടക്കുന്നില്ല, മറിച്ച് നമുക്ക് നമ്മുടെ ഈ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു എന്നുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ പരസ്പരം കരുതി സ്നേഹത്തിലും സാഹോദര്യത്തിലും ജീവിക്കണം. നമ്മുടെ ചുറ്റിലും അനവധി പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമായിട്ട് ജീവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ചിലവരെയൊക്കെ നമുക്ക് സഹായിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായിരിക്കും നാം ഓരോരുത്തരും. പക്ഷേ ചിലവരെയൊന്നും നമുക്ക് സഹായിക്കുവാൻ അത്ര വലിയ പ്രാപ്തിയോ കഴിവോ ഉള്ളവരൊന്നും ആയിരിക്കുകയില്ല. പക്ഷേ കഴിവുള്ള ആൾക്കാർ കഴിവുള്ളവരെ സഹായിക്കണം. നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെയെങ്കിലും അവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ പരിശുദ്ധമായ നോമ്പിൽ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കുന്നതാകണം. ഈ പരിശുദ്ധമായ നോമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്കൊരു മാറ്റമുണ്ടാകണം. ഇന്ന് എൻ്റെ അതിരങ്ങളിൽ നിന്ന് ദൈവവചനം കേൾക്കുന്ന ഓരോ മനുഷ്യരുമേ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഒരുവൻ നിന്ന് കരയുമ്പോഴോ അല്ലെങ്കിൽ ഒരുവൻ നമ്മുടെ മുമ്പിൽ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിലോ ഇരിക്കുമ്പോൾ അവന് വേണ്ടി ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാതെ അല്ലെങ്കിൽ അവന് വേണ്ടി മനസ്സലിയാതെ നാം നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതൊരു പ്രാർത്ഥനയാണോ എന്നുള്ളത് നാം ശാന്തമായിട്ട് ചിന്തിക്കണം. അതൊരിക്കലും ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു പറയുവാനായിട്ട് സാധിക്കുകയില്ല. ശപിക്കുവാൻ വെമ്മുന്ന അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥനയാകുന്ന അനുഗ്രഹം പൊടിക്കുവാൻ നമുക്ക് സാധിക്കണം. ശപിക്കുന്നവരെ അല്ലെങ്കിൽ ഹൃദയത്തിൽ വേദനിപ്പിക്കുന്നത് പോലെ സംസാരിക്കുന്നവരോട് പ്രാർത്ഥനയാകുന്ന അനുഗ്രഹം പൊഴിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ കത്തി കൊണ്ട് കുത്തുന്നത് പോലെ വേദനിപ്പിച്ച് സംസാരിക്കുവാൻ കഴിവുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. ഈ കത്തി കൊണ്ട് നേരിട്ട് കുത്തിയാൽ പോലും അത്രയും വേദനിക്കുകയില്ല. പക്ഷേ അവരുടെ വാക്കുകൾ കൊണ്ട് അത്രമാത്രം വേദനയോടെ സംസാരിക്കുവാൻ കഴിവുള്ളവരുണ്ട്. അവരോടൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ കർത്താവായ യേശു മശീഹ തൻ്റെ മുഖത്ത് തുപ്പുകയും അടിക്കുകയും തന്നെ അവഹേളിക്കുകയും ചെയ്ത മനുഷ്യരോട് ക്രൂശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരമാണ് പറഞ്ഞത്: ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഈ മനുഷ്യരോട് ക്ഷമിക്കണമേ.
ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ആ മാറ്റം. ഓരോ വിശുദ്ധ കുർബാനയിലും നാം സംബന്ധിച്ചിട്ട് ഒരുമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന ഇവിടെ നിന്ന് സ്വീകരിച്ച് നമ്മുടെ സ്വസ്ഥാനങ്ങളിലേക്ക് നിൽക്കുന്ന അത്രയും സമയമെങ്കിലും ക്രിസ്തുവിനെ ഉള്ളിൽ പേറിയവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരോടുമുള്ളതായ ചോദ്യമാണ്. നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം സ്വയം ക്രിസ്തുവായിട്ട് തന്നെയാണ് തീരുന്നത്. ആ ക്രിസ്തുവായി തീരുന്ന ഒരു വ്യക്തിക്ക് അവിടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ, കുർബാന അനുഭവിച്ചിട്ട് അടുത്ത് വന്ന് നിൽക്കുന്ന ആളോട് പരിഭവമാണെങ്കിൽ നമ്മളുള്ളതായ ക്രിസ്തു സാന്നിധ്യം അപ്പോൾ തന്നെ അവസാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ദേവാലയത്തിന്റെ ഈ പടി വരെയെങ്കിലും ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ പേറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഭവനങ്ങൾ ചെല്ലുന്നത് വരെ നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ പേറുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ആലോചിക്കണം. നാം ആത്മാർത്ഥമായിട്ട് ക്രിസ്തുവിന് അനുരൂപരായിട്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവരായി തീരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യർത്ഥമായ ചിന്തകളോ തെറ്റായ വ്യാഖ്യാനങ്ങളോ പെട്ടെന്നുള്ളതായ ദേഷ്യമോ കോപമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. നമ്മുടെ ഇടയിലുണ്ട്, പെട്ടെന്നങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. എന്നിട്ട് പറയും, അയ്യോ ദേഷ്യം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാ. പക്ഷേ അതുണ്ടാക്കുന്നതായ ഒരു മുറിവ് മറ്റുള്ളവരിൽ അത് ഭയങ്കര അഗാധമായിട്ടുള്ള മുറിവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളവരോട് എന്തെങ്കിലും പൊട്ടിത്തെറിക്കുവാനുള്ളതായ സാഹചര്യം വരുമ്പോൾ അവിടെ പ്രാർത്ഥനയാകുന്ന അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്ന് പൊഴിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുമ്പോൾ നമ്മുടെ അനവധിയായ പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിക്കും. നമുക്ക് ശാന്തമായി സമാധാനത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്രകാരമുള്ളതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതുകൊണ്ടോ എല്ലാ ദിവസവും ഒന്ന് കുർബാന അനുഭവിച്ചതുകൊണ്ടോ നാം ദൈവസന്നിധിയിൽ നിർമ്മലരാകുന്നില്ല. നമ്മുടെ പ്രവൃത്തിയും അതുപോലെ ആയിത്തീരണം. പ്രവൃത്തിക്കും അത്രമേൽ പ്രാധാന്യമുണ്ട്. നാം പറയുന്നത് പ്രവർത്തിക്കുന്നവരായി തീരണം. ഇല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞതുകൊണ്ടോ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ആർക്കും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നിങ്ങളുമായിട്ട് വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് സംസാരിച്ചത് പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ടുവന്ന 4 ആളുകളെ കുറിച്ചാണ്. ഇവിടെ ഒന്നാമതായിട്ട് നാം ചിന്തിച്ചത് ദൈവിക ഇടപെടൽ കൂട്ടായ്മയിലും സഹവർത്തിത്വത്തിലും. എന്തുവാണ് ഈ കൂട്ടായ്മയും സഹവർത്തിത്വവും? കൂട്ടായ്മയുടെയും സഹവർത്തിത്വത്തിൻ്റെയും ഉത്തമമായ ഉദാഹരണങ്ങളാണ് 4 ആളുകൾ. നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എന്തിനു വേണ്ടിയാ? ഉത്തമമായ കൂട്ടായ്മയും സഹവർത്തിത്വവുമായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മയുടെയും സഹവർത്തിത്വത്തിലൂടെയും നാം മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ദൈവം ശക്തമായ ദൈവ സാന്നിധ്യത്താൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാ കുദാശകളും എല്ലാ ആരാധനയും ക്രമീകരിച്ചിരിക്കുന്നത് എന്താ? സമൂഹമായ ആരാധനയായിട്ടാണ്. ആ സമൂഹമായ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കൂദാശയിലും എല്ലാ ആരാധനയിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആത്മാർത്ഥമായിട്ട് ഈ ഇടവകയിലുള്ള ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്താൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹീതരായിത്തീരും. അതിൽ യാതൊരു സംശയവുമില്ല. ഇനിയും ഏത് ഒരു കുദാശയിൽ നമ്മളെ ക്ഷണിച്ചാലും, കുദാശ വിവാഹമായിക്കൊള്ളട്ടെ, മാമോസ് ആയിക്കൊള്ളട്ടെ, പട്ടം കൂടെ ആയിക്കൊള്ളട്ടെ, ഒരു ശവസംസ്കാരമായിക്കൊള്ളട്ടെ, അവിടെ പോകുമ്പോൾ ഈ കൂട്ടായ പ്രാർത്ഥനയുടെയും കൂട്ടായ്മയുടെയും സഹവർത്തിത്വത്തിൻ്റെയും മാതൃക നമ്മുടെ ഉള്ളിൽ പേറിക്കൊണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് ഉത്തമമായ കൂട്ടായ്മയും സഹവർത്തിത്വവും ഉള്ളവരായിട്ട് രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് എന്തുവാണ്? സാമൂഹിക ഇടപെടൽ. സാമൂഹിക ഇടപെടൽ സഹോദര സ്നേഹത്തിലും ദൈവസ്നേഹത്തിലും. പരിശുദ്ധ സഭ ഇവിടെ നിലകൊള്ളുന്നത് സമൂഹത്തിലാണ് നിലകൊള്ളുന്നത്.
സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഒരുവൻ മറ്റൊരുവനെ കരുതി ജീവിക്കുക എന്നുള്ളത്. ഒരാവശ്യം എപ്പോഴാണ് വരുന്നതെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഒരുവൻ മറ്റൊരുവന് വേണ്ടി കരുതി ജീവിക്കുവാനുള്ളതായ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളെല്ലാവരും ചെയ്യുന്നവരാണ്, പക്ഷേ അത് എത്രമാത്രം ചെയ്യുവാൻ സാധിക്കുന്നുണ്ടുള്ളതാണ് ഈ നോമ്പിലൂടെ നമുക്ക് സാധിക്കുന്നത്. നോമ്പിലൂടെ നമ്മുടെ മനസ്സിനെ വിചിന്തനം ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കണം. ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നത് എത്രമാത്രം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, നീ എത്രമാത്രം അതിൻ പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. എന്തെങ്കിലും ആയെന്നോ ഉണ്ടെന്നോ ഉള്ളതായ അഹങ്കാരമുണ്ടെങ്കിൽ അതിനെ അങ്ങ് നിശേഷം തകർത്ത് കളയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിരവധി പേർ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാനസാന്തരം പ്രാപിച്ചു വെക്കണം. നമ്മൾ മറന്നുപോയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവനെ ഓർക്കണം. അവനെ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് പ്രാർത്ഥനയിൽ ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുവനെയും വിട്ടുകളയരുത്. കാരണം ഒരു ദിവസം നാം ആയിരിക്കും ആ കിടക്കയിൽ കിടക്കുന്നത്. ബലഹീനനായി, സഹായിക്കുവാൻ ആരുമില്ലാതായി, എഴുന്നേൽക്കുവാൻ കഴിയാത്തവനായി ഒരു നിമിഷം, ഒരു സമയത്ത് നാം ആയിരിക്കും ആ ഒരു അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ഒരുവനെയും വിട്ടുകളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. നാം മറ്റൊരുവനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നവരായിട്ട് രൂപാന്തരപ്പെടണം. ക്രിസ്തു നമ്മുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ സഹവർത്തിത്വവും നമ്മുടെ സഹോദര സ്നേഹവും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും ഒക്കെ കാണുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ആ സമയത്ത് നമുക്ക് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ട് സാധിക്കും. ആത്മാർത്ഥതയോടെ കുമ്പസാരിക്കുവാനായിട്ട് സാധിക്കും. ആ സമയത്താണ് നമ്മുടെ ആത്മാവിന് സൗഖ്യം ലഭിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് നിന്നാൽ മാത്രമേ ദൈവസന്നിധിയിൽ നിന്ന് നമ്മുടെ ആത്മാവിന് സൗഖ്യം ലഭിക്കുകയുള്ളൂ. ദൈവം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ എപ്പോഴും തയ്യാറായി നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ആ ഒരു അനുഭവത്തിലേക്ക്, പരിശുദ്ധമായ കഷ്ടാനുഭവ ആഴ്ചയിലേക്കും ഉയർപ്പിലേക്കും കടക്കുമ്പോൾ സത്യ അനുതാപമുള്ളവരായി നമ്മുടെ പാപത്തിന്റെ സകലവിധമായ ബന്ധനങ്ങളിൽ നിന്നും രൂപാന്തരപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഉത്തമമായ ഒരു സമൂഹമായി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മളെല്ലാവരെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം കൂടി നമ്മുടെ തലകളെ ദൈവസന്നിധിയിലേക്ക് വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യമുള്ള ഏകദൈവമേ, നിന്റെ അടുക്കലേക്ക് എത്തുവാൻ കഴിയാതിരുന്ന ആ പക്ഷവാത രോഗിയെ ആ 4 ആളുകൾ നിന്റെ അടുക്കൽ കൊണ്ടുവന്നതുപോലെ ഇന്നും ഞങ്ങളുടെ ഇടയിൽ നിന്നെ തേടുവാൻ പോലും കഴിയാത്ത തളർന്നിരിക്കുന്നവരെ നിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനുള്ളതായ ഹൃദയം ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്നവരായി ഒതുങ്ങിപ്പോകാതെ മറിച്ച് മറ്റുള്ളവരുടെ വേദന കാണുവാനും മറ്റുള്ളവരുടെ വേദനയെ നമ്മുടേതായിട്ട് അനുഭവിച്ച് അവർക്ക് വേണ്ടി നിന്നെ വിളിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവമേ നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ ചുറ്റുമുള്ള വീണവരെയും തകർന്നവരെയും നിശബ്ദമായി പോരാടുന്നവരെയും കാണുവാൻ ഞങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ദൈവമേ ഒരുക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരുടെ സൗഖ്യത്തിനായി തീരുവാൻ ദൈവമേ ഞങ്ങൾക്ക് വഴി തുറക്കണമേ. ദൈവമേ, ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടല്ല, മറിച്ച് കടന്നു വന്നിട്ടുള്ള എല്ലാവരും ഉത്തരവുമായ അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരുവാൻ അപ്രകാരം പ്രാർത്ഥിക്കുവാനുള്ളതായ മനസ്സും ഹൃദയവും ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുത്തെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരെയും ചാരിയുമായിട്ട്
വിവിധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധമായ ആവശ്യങ്ങൾക്കും അവിടുന്ന് കൂട്ടായിരിക്കണമേ. രോഗത്തിലും ബുദ്ധിമുട്ടിലും നിരാശയിലും കഴിയുന്നവരെ അവിടുത്തെ കരുണയാൽ സൗഖ്യം നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടതായ കൃപകളും നന്മകളും ദൈവമേ കൃത്യസമയത്ത് ദൈവമേ ഞങ്ങൾക്ക് ഒരുക്കി തന്നേരണമേ. ഞങ്ങളുടെ പാതകളെ ശരിപ്പെടുത്തണമേ. ഞങ്ങളുടെ പഠിക്കുന്നതായ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിയും എല്ലാവിധമായ കൃപകളും നൽകണമേ. ഞങ്ങൾ ചെയ്യുന്നതായ സകല മേഖലയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ കേട്ടതായ വേദവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയം പ്രചോദിക്കുവാനും അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് ജീവിക്കുവാനുള്ളതായ കൃപയും ദൈവവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആദ്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.